മഹാകുംഭമേളയിൽ മാഘപൂർണിമ സ്നാനത്തിനായി ഭക്തരുടെ തിരക്ക്. ആയിരങ്ങളാണ് രാവിലെ മുതൽ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനത്തിന് എത്തിയത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, മഹാകുംഭമേളയിലെ വളരെ വിശേഷപ്പെട്ട മറ്റൊരു ദിനം കൂടി ഇന്ന് കടന്നു വരുന്നു. മാഘപൂർണിമയാണ്. ഈ മാഘപൂർണിമ ദിനത്തിൽ സ്നാനത്തിനായി ഭക്തരുടെ വലിയ തിരക്ക് തന്നെയാണല്ലോ അവിടെ അനുഭവപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങൾ. പുലർച്ചെ മുതൽ തന്നെ അണമുറിയാതെയുള്ള ഭക്തജന പ്രവാഹമാണ് ഇവിടെ പ്രയാഗ്രാജിലേക്ക്. ഇന്നിപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും അദ്ദേഹത്തിന്റെ കുടുംബവും അടക്കം ഈ മാഘപൂർണിമ ദിനത്തിൽ ഇവിടെ ഈ പ്രയാഗ്രാജിലെത്തി സ്നാനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ ഇതിനോടകം തന്നെ സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രാവിലെ മുതൽ തന്നെ ഏതാണ്ട് 60 ലക്ഷത്തിലധികം ഭക്തർ ഇതിനോടകം തന്നെ ഈ ത്രിവേണി സംഗമത്തിൽ ഗംഗ, യമുന, സരസ്വതി സംഗമ ഭൂമിയിലെത്തി സ്നാനം നിർവഹിച്ചു എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ ഭക്തർക്ക് യാതൊരുവിധ അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ മൗനി അമാവാസി ദിനത്തിൽ ചില അപകടമുണ്ടായി. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടി വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റുമായിരുന്നു ഒരുക്കിയിരുന്നത്. അതിനാൽ തന്നെ ഇന്നിപ്പോൾ എത്തിയിരിക്കുന്ന ഭക്തർക്കെല്ലാം സുഗമമായി തന്നെ അവിടെ എത്തി സ്നാനകർമ്മങ്ങൾ നിർവഹിക്കുവാനുള്ള അവസരം അല്ലെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. മറ്റ് കാര്യമായ തിരക്കുകളോ ഒന്നും തന്നെ അനുഭവപ്പെടുന്നില്ല. അതേസമയം തന്നെ പ്രയാഗ്രാജ് മേഖലയിലേക്കുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 ദിവസമായി വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഏതാണ്ട് 300 കിലോമീറ്ററിലധികമാണ് ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത്. ഇനിയും 2 ദിവസം കൂടി വേണ്ടി വന്നേക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും ഈ ഗതാഗത കുരുക്കൊഴിയാൻ ഇനി ഒരു 2 ദിവസം കൂടി വേണ്ടി വരുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെ തന്നെ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ശൈവ പരമ്പരയിൽപ്പെട്ട സന്യാസിമാരൊക്കെ തന്നെ ഈ പ്രധാനമായ 3 അമൃതസ്നാന ദിവസങ്ങൾ കഴിഞ്ഞ് അവർ അഖാഡകളിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ വൈഷ്ണവ പരമ്പരയിൽപ്പെട്ട ഒരു സന്യാസി സമൂഹത്തിന്റെ സാന്നിധ്യമാണ് ഇപ്പോൾ പ്രയാഗ്രാജിലുള്ളത്. അവരിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അമൃതസ്നാന ചടങ്ങുകളിലേക്ക് പങ്കെടുക്കുവാൻ വേണ്ടി സാധാരണ ഘോഷയാത്ര പോലെ തന്നെ അവർ ഈ വൈഷ്ണവ പരമ്പരയിൽപ്പെട്ട സന്യാസി ശ്രേഷ്ഠന്മാരും അവിടേക്ക് എത്തും. വലിയ ജനത്തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ ഭക്തർക്ക് സുഗമമായി തന്നെ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്നുണ്ട്. 26-ാം തീയതി വരെയാണ് ഇത് നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് ശിവരാത്രി ദിനം വരെയാണ് ഈ മഹാകുംഭമേള നിശ്ചയിച്ചിരിക്കുന്നത്. 45 ദിവസമാണ് മഹാകുംഭമേള നീണ്ടു നിൽക്കുന്നത്. ജനുവരി 13-നാണ് ഈ കുംഭമേള ആരംഭിച്ചത്. 45 കോടി ജനങ്ങൾ ഈ കുംഭമേളയുടെ ഭാഗമാകുമെന്നുള്ളതാണ് സർക്കാരിന്റെ കണക്കുകൾ. എന്നിരുന്നാൽ തന്നെയും ഇനിയും 14 ദിവസം കൂടി കുംഭമേള സമാപിക്കാനിരിക്കെ ഇപ്പോൾ സർക്കാർ പുറത്തുവിട്ട ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 46.25 കോടി ഭക്തർ ഈ ത്രിവേണി സംഗമ ഭൂമിയിലെത്തി മടങ്ങിയിട്ടുണ്ട്. ഇനിയും എത്രയോ ഭക്തർ ഇവിടേക്ക് എത്താനിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് സർക്കാരിന്റെ കണക്കുകളൊക്കെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് കൂടുതൽ ഭക്തർ ഇവിടേക്ക് എത്തുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. ഇനിയും ഈ ഒരു 14 ദിവസം കൊണ്ട് ഏതാണ്ട് 50 കോടി ജനങ്ങൾ, മൊത്തം 50 കോടി ജനങ്ങളെങ്കിലും ഇവിടെ എത്തുമെന്നുള്ളതാണ് കണക്കുകൂട്ടൽ. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും ഈ മകപുണ്യവുമായി ബന്ധപ്പെട്ട അമൃതസ്നാന ചടങ്ങുകൾ ഇപ്പോൾ നിലവിൽ പുരോഗമിക്കുകയാണ്. നന്ദഗോപൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട ശൈവ ആരാധനയുള്ള സന്യാസിമാരൊക്കെ തന്നെ അഖാഡകളിലേക്ക് മടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ വൈഷ്ണവ ഭക്തരായിട്ടുള്ള അല്ലെങ്കിൽ വൈഷ്ണവ രീതിയിൽ ആരാധന നടത്തുന്ന സന്യാസിമാരുടെ സാന്നിധ്യമാണ് അവിടെ ഉള്ളത് എന്ന് പറയുന്നു. അപ്പോൾ ഈ ശിവരാത്രി വരെ ഈ സമൂഹം അല്ലെങ്കിൽ ഈ സന്യാസിമാരാണോ അവിടുത്തെ കുംഭമേളയിൽ കൂടുതലായി എത്തുക? നന്ദഗോപൻ. ശനാമി ശങ്കരാചാര്യർ നിർദ്ദേശിച്ച ഈ സന്യാസി പരമ്പരയിൽപ്പെട്ട മുഴുവൻ സന്യാസി സമൂഹത്തിന്റെയും ഒരു സാന്നിധ്യം ഈ കുംഭമേളയിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഹിമാലയൻ താഴ്വരകളിലും അതേപോലെ തന്നെ ഹിമാലയത്തിൽ ഒക്കെ തന്നെ കാലങ്ങളായി തപസ് ചെയ്യുന്ന സന്യാസിമാരുടെ, അവധൂതന്മാരുടെ, അത്തരം നാഗസന്യാസിമാരുടെ ഒരു സാന്നിധ്യം അവർ സാധാരണ ജനങ്ങളുമായി അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നത് ഇങ്ങനെ ഈ ഒരു കുംഭമേള സമയങ്ങളിലായിരുന്നു. അങ്ങനെ നാഗസന്യാസിമാരുടെ ഒരു വലിയ സാന്നിധ്യം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. എന്നാൽ അവരൊക്കെ തന്നെ അവരുടെ അഖാഡകളിലേക്ക് മടങ്ങിയിരിക്കുന്ന ഒരവസ്ഥയാണ്. അതായത് 3 പ്രധാന ഈ ഷാഹി സ്നാൻ അല്ലെങ്കിൽ അമൃതസ്നാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ അഖാഡകളിലേക്ക് മടങ്ങുക, ശിവരാത്രി അവരുടെ അഖാഡകളിൽ ആഘോഷിക്കുക,
കൂടുതലും കാശിയിൽ കേന്ദ്രീകരിച്ച് ശിവരാത്രി ആഘോഷിക്കുക എന്നുള്ളതാണ് ഈ ശൈവ പരമ്പരകളിൽപ്പെട്ട സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം പ്രമുഖം അല്ലെങ്കിൽ മുഖ്യമായി കരുതുന്നത്. ഇപ്പോൾ നിലവിൽ വൈഷ്ണവ പരമ്പരകളിൽപ്പെട്ട സന്യാസിമാരുടെ ഒരു സാന്നിധ്യമാണ് ഇവിടെ പ്രയാഗ്രാജിലുള്ളത്. പ്രയാഗ്രാജിൽ ഇന്നിപ്പോൾ ഈ വൈഷ്ണവ പരമ്പരകളിൽപ്പെട്ട സന്യാസിമാരുടെ ഈ അമൃതസ്നാന ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ അടക്കം നിരവധി ആൾക്കാർ ഇവിടേക്ക് മലയാളികളായിട്ടും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ടും ലോകരാജ്യങ്ങളിൽ നിന്നായിട്ടൊക്കെ തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഭക്തരടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ വലിയൊരു ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഭക്തർക്ക് അത് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സുഗമമായ ദർശനം അല്ലെങ്കിൽ സുഗമമായ സ്നാനകർമ്മങ്ങളിലേക്ക് കടക്കുവാനും ബാക്കി സന്യാസി പരമ്പരകളുടെ അനുഗ്രഹം തേടാനും ഒക്കെ അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതെ, തീർച്ചയായും മഹാകുംഭമേളയിൽ ഇന്ന് ഏറെ വിശേഷപ്പെട്ട ദിനം മാഘപൂർണിമയാണ്. അതുമായി ബന്ധപ്പെട്ട ലക്ഷക്കണക്കിന് ഭക്തരാണ് പ്രയാഗ്രാജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു S. നന്ദഗോപൻ.